നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു രാവിലെയാവട്ടെ. ഇന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ എല്ലാവർക്കും സംഭവിക്കട്ടെ. എന്തായാലും ഒരുപാട് വാർത്തകളും പതിവ് പോലെ ഒരുപാട് വിശേഷങ്ങളും പ്രിയപ്പെട്ടവരുടെ ആഘോഷ ദിവസങ്ങളും ഒക്കെയുള്ള ദിവസം തന്നെയാണ് ഇന്നും. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും രാവിലെയിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്ക് ആദ്യം നോക്കാം ഈ മണിക്കൂറിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ ഉള്ളതെന്ന്. തൊഴിലുറപ്പ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പാസാക്കും. ബില്ലിനെ ശക്തമായി എതിർത്ത് പ്രതിപക്ഷം. വോട്ടെടുപ്പ് ആവശ്യപ്പെടും. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കർഷക തൊഴിലാളി യൂണിയൻ സംയുക്ത വേദി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM-ൽ വിമർശനം. VC നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങിയത് തിരിച്ചടിയാകുമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കുറ്റപ്പെടുത്തൽ. സർക്കാർ ചാൻസലർ സമവായം സുപ്രീം കോടതി അംഗീകരിക്കുമോ എന്ന് ഇന്നറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ. N. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. 4ാം പ്രതി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ. ജാമ്യഹർജി പരിഗണിക്കുന്നത് ആദ്യ കേസിൽ. ജാമ്യം കിട്ടിയില്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാൻ പോലീസ്. ദ്വിദിന സന്ദർശനത്തിനായി നരേന്ദ്രമോദി ഒമാനിൽ. മസ്കറ്റിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തും. വിശദമായി നോക്കാം. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തും. മദീനത്തുൽ ഇർഫാൻ തിയേറ്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഇന്ന് വൈകിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് തിരിക്കുക. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേർന്നു. അജയ്, വലിയ സ്വീകരണമാണ് മസ്കറ്റിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഇന്നെന്തായാലും അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായി, പ്രവാസി സമൂഹവുമായി അദ്ദേഹം സംവദിക്കും. ഏറ്റവും പ്രധാനമായി ഈ നയതന്ത്ര കൂടിക്കാഴ്ചയുടെ വലിയൊരു ആഘോഷം കൂടി ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ ഒമാനിൽ ഉണ്ടാകാൻ പോകുന്ന ചടങ്ങുകൾ? അജയ്. ഭവ്യ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2ാമത്തെ ഒമാൻ സന്ദർശനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപേ 2018 അദ്ദേഹം ഒമാനിലെത്തിയത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഒരു സൗഹൃദം, അതുമാത്രമല്ല ഒരു നയതന്ത്ര ബന്ധം. ഈ നയതന്ത്ര ബന്ധം ആരംഭിച്ചിട്ട് 70 വർഷമായി. ആ 70ാം വാർഷികാഘോഷത്തിൻ്റെ ആ ഒരു സമയത്താണ് പ്രധാനമന്ത്രി നിലവിൽ ഒമാനിലെത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയും ഒമാനും തമ്മിൽ ചരിത്രാതീത കാലം മുതൽ തന്നെ വ്യാപാരപരമായിട്ടും പല തരത്തിലുള്ള ബന്ധങ്ങൾ കടൽ മാർഗമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രാജ്യവുമായി ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിലെ ബന്ധങ്ങൾ തുടങ്ങിയിട്ട് 70 വർഷമായി. അപ്പോൾ പുതിയ തരത്തിലുള്ള ഈ ഒരു നയതന്ത്ര ബന്ധം, പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഈ നയതന്ത്ര ബന്ധം, അതുപോലെ തന്നെ ഈ കാർഷിക ആവശ്യങ്ങൾ, അതുപോലെ തന്നെ തന്ത്രപരമായിട്ടുള്ള സൈനികപരമായിട്ടുള്ള ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, ഇതെല്ലാം ഊട്ടി ഉറപ്പിക്കാനുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദർശനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 6 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒമാൻ എന്ന് പറയുന്നത്. സ്ഥിരതാമസമാക്കിയ നിരവധി ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് പ്രധാനമന്ത്രി അവിടെയുള്ള പ്രവാസി സമൂഹത്തിനെ അഭിസംബോധന ചെയ്യും എന്ന് പറയുന്നതാണ്. ഒമാൻ കൺവെൻഷൻ ആൻഡ് കൾച്ചറൽ സെൻറ്ററിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുക. അവിടെയുള്ള മദീനത്തുൽ ഇർഫാൻ തിയേറ്ററിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനെ അഭിസംബോധന ചെയ്യും. ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി നിരവധി പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. അവിടെ പ്രധാനമന്ത്രി അദ്ദേഹം ഈ ഒരു എയർപോർട്ടിലുള്ള സ്വീകരണത്തിന് ശേഷം അദ്ദേഹത്തിനെ കാത്തുനിന്ന ഈ അൽ ബുസ്താൻ പാലസ് ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തിന് നിരവധി ഇന്ത്യൻ പ്രവാസികളാണ് അദ്ദേഹത്തെ അവിടെ വെച്ച് സ്വീകരിച്ചത്. മാത്രമല്ല ഈ ഹോട്ടലിൽ വെച്ച് തന്നെ പരമ്പരാഗത ഇന്ത്യൻ കലാരൂപങ്ങൾ അത് പ്രധാന
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇതിനു മുൻപേ 2023 നോക്കുകയാണെങ്കിൽ ഒമാൻ സുൽത്താനായിട്ടുള്ള ഹൈതം ബിൻ താരിഖ് അദ്ദേഹം ഇന്ത്യയിലെത്തിയിരുന്നു. അതിനുശേഷം ആ സമയത്ത് തന്നെ 2023 തന്നെ ഹൈതം ബിൻ താരിഖ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒമാനിലേക്ക് ക്ഷണിച്ചതാണ്. ഇപ്പോൾ നിലവിൽ ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി തൻ്റെ രണ്ടാം ഒമാൻ സന്ദർശനത്തിനായി നിലവിൽ അവിടെ എത്തിയിരിക്കുന്നത്. അവിടെയാണ് അജയ്, നമുക്കറിയാം ആ ഒരു ഇന്ത്യ ഒമാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള, അല്ലെങ്കിൽ സൗഹൃദം കൂടുതൽ, അതായിരിക്കും യഥാർത്ഥ വാക്കെന്ന് തോന്നുന്നു. ആ സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി പ്രധാനമന്ത്രിയുടെ ആ ഒരു സന്ദർശനത്തിനുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ അജയ് തന്നെ സൂചിപ്പിച്ചതുപോലെ 70ാം വാർഷികം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. നിർണായകമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനത്തിന്, പുതിയ കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് അജയ്? നിലവിൽ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഒരു കാർഷിക അതുപോലെ തന്നെ വ്യാവസായിക ബന്ധം നോക്കുകയാണെങ്കിൽ $10.61 ഒരു വ്യാപാരം ഇന്ത്യയും ഒമാനും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയതന്ത്ര പങ്കാളി കൂടിയാണ് ഒമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ $10.61 ബില്യൺ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു കച്ചവടം അത് കൂടുതൽ ഉയർത്താനുള്ള പദ്ധതികൾ അത് ആലോചിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ ഒമാൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു സേനാ വിഭാഗം അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉൾപ്പെടെ നടത്തുന്ന പെട്രോൾ അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ സൈനികമായിട്ടുള്ള ഒരു സഹകരണം, മാത്രമല്ല ഒമാനിലുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഈ പ്രവാസി സമൂഹം ഉറ്റുനോക്കുന്നത് ഈ കാര്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മദീനത്തുൽ ഇർഫാൻ തിയേറ്ററിൽ നിരവധി പ്രവാസികൾ തടിച്ചുകൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ബുസ്താൻ പാലസിൽ നിരവധി ഇന്ത്യക്കാർ എത്തിയിരുന്നു. അപ്പോൾ ഇന്നും ഒരുപാട് ഇന്ത്യൻ പ്രവാസികൾ അവിടെ തടിച്ചുകൂടാൻ സാധ്യതയുണ്ട്. ഇതിനു മുൻപേ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയപ്പോഴൊക്കെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ വലിയൊരു സ്വീകരണം അവിടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പിന്തുണ, ക്ഷേമ പ്രഖ്യാപനങ്ങൾ, അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ, ഇതെല്ലാം പ്രവാസികൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമാകാറുണ്ട്. അപ്പോൾ 6 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ അധിവസിക്കുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഒമാനിലെ ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ അത് കാതോർത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഇന്നെന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ അവസാന ദിവസം കൂടിയാണ്. ഇന്ന് രാവിലെ പ്രവാസി സമൂഹത്തിനെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിന് ശേഷം അദ്ദേഹം നേരെ പോവുക സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കാണ്. അത് അവിടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ന് വൈകിട്ടോടെ അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനു മുൻപേ ജോർദാനിൽ വെച്ചും എത്യോപ്യയിൽ വെച്ചും വളരെ വലിയ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. അതിൽ എടുത്തു പറയേണ്ടത് എത്യോപ്യയിലുള്ള സ്വീകരണം തന്നെയാണ്. അവിടുത്തെ രാജ്യത്തെ പരമോന്നത ബഹുമതി അത് നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി നേരിട്ട് വിമാനത്താവളത്തിലെത്തി നരേന്ദ്രമോദിയെ വരവേൽക്കുന്നു. പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്ന വാഹനം ഓടിച്ചതുവരെ അദ്ദേഹമാണ്. അതുമാത്രമല്ല, എത്യോപ്യയിലെ പാർലമെൻറ്റിൻ്റെ സംയുക്ത സെഷനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഗുജറാത്ത് എൻ്റെ സ്വന്തം നാട്ടിൽ നിൽക്കും പോലെയാണ് എത്യോപ്യയിൽ എത്തിയപ്പോൾ തനിക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് അദ്ദേഹം അവിടുത്തെ പാർലമെൻറ്റിൽ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു സഹകരണം ഇത്തരത്തിൽ ഈ 3 രാജ്യങ്ങളിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കുക കൂടി പ്രധാനമന്ത്രിയുടെ ഈ യാത്ര അത് ഒരു അനുകൂല ഘടകമായിട്ടുണ്ട്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവന്ന VGG രാംജി ബിൽ ലോക്സഭയിൽ പാസാക്കാൻ കേന്ദ്ര സർക്കാർ. ബില്ലിൽ വോട്ടെടുപ്പ് വേണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. ലോക്സഭയിലെ ചർച്ച ഇന്ന് പുലർച്ചെ വരെ നീണ്ടു. ER രാഗേഷ് വിവരങ്ങളുമായി ചേരും. എന്തായാലും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ പോലും വിവാദമായ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബിൽ ഇന്ന് തന്നെ പാർലമെന്റിൽ പാസാക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നാണ്, ഭരണപക്ഷം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സർക്കാർ തള്ളിയിട്ടുണ്ട്. പുതിയ ആണവോർജവ ബില്ലിന് ശേഷം തൊഴിലുറപ്പ് പദ്ധതി ബിൽ പാർലമെന്റിൽ പരിഗണിച്ച് വളരെ വേഗത്തിൽ പാസാക്കിയെടുക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്.
രാകേഷ് വിവരങ്ങളുമായി ചേർന്നു. രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേഗത്തിൽ ഈ ബില്ല് പാസ്സാക്കി എടുക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനം. അപ്പോൾ ഇനി ഇത് വളരെ വേഗത്തിൽ പാസ്സാക്കി എടുക്കുക എന്ന് തന്നെയായിരിക്കും സർക്കാരിന്റെ ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം, അല്ലെ? എന്ത് പ്രതീക്ഷിക്കണമെന്ന്? ബില്ല് ഇന്ന് തന്നെ പാസ്സാകും. കാരണം സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്. ലോക്സഭയിൽ ചർച്ച പൂർത്തിയായിരിക്കുന്നു. 14 മണിക്കൂർ നീണ്ട ചർച്ചയാണ് ലോക്സഭയിൽ അവസാനിച്ചത്. ഏതാണ്ട് 98 അംഗങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. പുലർച്ചെ 1:35 ചർച്ച അവസാനിച്ചത്. ഏതായാലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഇതിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ബില്ല് വിടണം, വിശദമായ പരിശോധന ആവശ്യമുണ്ട് എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും ഒക്കെ തന്നെ അംഗങ്ങൾ സൂചിപ്പിച്ചത്. മാത്രവുമല്ല, ബില്ലിലെ വ്യവസ്ഥ അത് സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയും ഒക്കെ തന്നെ അംഗങ്ങൾ പങ്കുവച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസ് അംഗങ്ങളൊക്കെ തന്നെ ഈ ആവശ്യം ഉന്നയിക്കേണ്ടത് ബില്ലിൻ്റെ സാർവത്രികത നഷ്ടപ്പെടുമെന്ന കാര്യമാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം രാഷ്ട്രപിതാവിൻ്റെ പേര് നീക്കം ചെയ്തതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് DMK അംഗം കനിമൊഴി അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ തന്നെ കേന്ദ്ര നികുതികളിൽ അത് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കുറഞ്ഞു വരികയാണ്. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് മേൽ അധിക ഭാരം ഇതിനോടകം തന്നെ പല കാര്യങ്ങളിലും വരുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ നിലവിൽ 90:10 എന്നുള്ള വ്യവസ്ഥ മാറ്റിക്കൊണ്ട് സംസ്ഥാനങ്ങൾ 40% വേതനത്തിൻ്റെ വിഹിതം വഹിക്കണമെന്ന കാര്യം വരുന്നത്. അത് സംസ്ഥാനങ്ങൾക്ക് അതീത ബാധ്യതയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നവർ ചൂണ്ടിക്കാണിച്ചു. രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റിയതിനടക്കം തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും NDAയിൽ തന്നെ ഇക്കാര്യത്തിൽ ഭിന്നതയുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇന്നലെ പുറത്തു വന്നിരുന്നു. പക്ഷേ JDU നിരുപാധിക പിന്തുണ ഈ ചർച്ചയിൽ ബില്ലിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ LJP ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്ന് അറിയിച്ചു. TDP അംഗങ്ങൾ പക്ഷേ ചില ആശങ്കകൾ ഈ ചർച്ചയിൽ പങ്കുവച്ചു. അവർ ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാനങ്ങൾ കൂടുതൽ വിഹിതം വഹിക്കണം, 40% വിഹിതം വഹിക്കണമെന്ന് പറയുന്നത് അത് അധിക ഭാരമാണ്. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിനെ പോലെ നിലവിൽ പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് അത് വലിയ തിരിച്ചടിയാകും എന്ന അഭിപ്രായമാണ് TDP അംഗങ്ങൾ പങ്കുവച്ചത്. പക്ഷേ BJP അംഗങ്ങളെല്ലാം തന്നെ ഈ നടപടിയെ, ഈ നിലപാടിനെയൊക്കെ തന്നെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവെപ്പ് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവരുന്നതെന്നാണ് BJP അംഗം ജഗദാംബിക പാൽ ചൂണ്ടിക്കാണിച്ചത്. മാത്രവുമല്ല, രാഷ്ട്രപിതാവിൻ്റെ പേരടക്കം ഉന്നയിച്ച് അല്ലെങ്കിൽ പേര് നീക്കം ചെയ്തു എന്ന രാഷ്ട്രീയ ആരോപണമാണ് കോൺഗ്രസ് നടത്തുന്നത്. രാഷ്ട്രപിതാവിനെ ഇതിലേക്ക് വലിച്ചിരിക്കുന്നത് ശരിയല്ല എന്നുകൂടി ചില അംഗങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ഏതായാലും ചർച്ച ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ചർച്ചയ്ക്കുള്ള മറുപടി ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്ന് നൽകും. അതിനുശേഷം ഇന്ന് തന്നെ ബില്ല് പാസ്സാക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധിയില്ല, സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ ബില്ല് പാസ്സാകുക തന്നെ ചെയ്യും. രാകേഷ്, ഈ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ DDPയും JDUയും ഒക്കെ ഈ വിഷയത്തിൽ ആശങ്ക അറിയിച്ചത്, അല്ലെങ്കിൽ NDAയിൽ തന്നെയുള്ള ഒരു ചെറിയ ഭിന്നത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതടക്കം പ്രതിപക്ഷം ഒരു ആയുധമാക്കാനുള്ള സാധ്യത ഇല്ലേ? പ്രത്യേകിച്ചും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കുന്ന സാഹചര്യത്തിൽ അത്തരമൊരു സാധ്യതയില്ല. കാരണം ഇന്നലെ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. കാരണം ഈ ബില്ലിനെ അവർ പിന്തുണയ്ക്കുമെന്ന് അവർ അറിയിച്ചിരുന്നു. മറിച്ച് അത്തരത്തിലൊരു അല്ലെങ്കിൽ ബില്ലിനെ പിന്തുണയ്ക്കില്ല എന്ന നിലപാട് അവർ ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. മറിച്ച് അവർക്കുള്ള ആശങ്ക സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരും എന്നുള്ളതാണ്. കാരണം കേരളത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് പ്രതിവർഷം 2000 കോടി രൂപ കേരളം ഇതിനായി അധികമായി കണ്ടെത്തേണ്ടി വരും. കാരണം നിലവിൽ 90:10, അതായത് 10% വിഹിതമാണ് സംസ്ഥാനം വഹിക്കേണ്ടതെങ്കിൽ നിലവിലെ പുതിയ വ്യവസ്ഥ പ്രകാരം, പുതിയ ബില്ല് പ്രകാരം അത് 40% വഹിക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ സമാനമായ സാഹചര്യം ആന്ധ്രാപ്രദേശിൽ നേരിടും. അതാണ് അവർ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അവർ ബില്ലിനെ പിന്തുണയ്ക്കുക തന്നെയാണ്. JDUവും സമാനമായ ആശങ്ക ഇന്നലെ തന്നെ നേതാക്കൾ പരസ്യമായി പറഞ്ഞതാണ്. പക്ഷേ ചർച്ചയിൽ അവർ പിന്തുണച്ചു. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയില്ല. മാത്രമല്ല, ഭേദഗതികൾ നിർദ്ദേശിക്കാനാകും. സ്വാഭാവികമായും ഇന്നലെ ഭേദഗതിയിലൊക്കെ തന്നെ ചിലർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ചർച്ച ഏതായാലും പൂർത്തീകരിച്ചിരിക്കുകയാണ്. പക്ഷേ നിലവിൽ കൃത്യമായ ഭൂരിപക്ഷം സർക്കാരിനുണ്ട്. ഏതാണ്ട് 290 മുകളിൽ അംഗങ്ങൾ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ സംബന്ധിച്ച് പാസ്സാകുമെന്ന കാര്യത്തിൽ ഒരു ആശങ്ക അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സഭാ സമ്മേളനത്തിന് അവസാന ദിനങ്ങളിലേക്ക് കടങ്ങുമ്പോൾ തന്നെ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസ്സാകണം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ സർക്കാർ നീങ്ങിയിരിക്കുന്നത്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.
വിസി നിയമനത്തിൽ സർക്കാർ ചാൻസലർ സമവായം സുപ്രീം കോടതി അംഗീകരിക്കുമോ എന്ന് ഇന്നറിയാം. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വിസിമാരെ നിയമിച്ച ലോക് ഭവൻ ഉത്തരവിറക്കിയ കാര്യം ജസ്റ്റിസ് സുധാംശു ധുലിയ സുപ്രീം കോടതിയെ അറിയിക്കും. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറെ ഡോക്ടർ സജി ഗോപിനാഥിനെയും നിയമിച്ചിരുന്നു. ഈ നിയമനത്തിന് കോടതി അംഗീകാരം നൽകിയാൽ ഇരുവരും ഉടൻ ചുമതലയേൽക്കും. വിസി നിയമനത്തിൽ ഗവർണർക്ക് മുന്നിൽ വഴങ്ങിയ സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത് CPM സെക്രട്ടേറിയറ്റിൽ ചർച്ച. ഒത്തുതീർപ്പ് രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാക്കും എന്ന ആശങ്കയാണ് യോഗത്തിൽ നേതാക്കൾ പങ്കുവച്ചത്. PM ശ്രീ വിവാദത്തിന് തുല്യമായ രാഷ്ട്രീയ പ്രതിസന്ധി ഇത് ഉണ്ടാക്കുമെന്നായിരുന്നു ആശങ്ക. തിരിച്ചടി ഉണ്ടാകില്ലെങ്കിലും തർക്കം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ മുന്നണിയെയും ഇരുട്ടിൽ നിർത്തി PM ശ്രീ കരാറിൽ ഒപ്പിട്ടതും ഗത്യന്തരമില്ലാതെ പിന്മാറിയതും സർക്കാരിന് നാണക്കേടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. അതിനു പിന്നാലെയാണ് ഡിജിറ്റൽ ടെക്നിക്കൽ വിസി നിയമനങ്ങളിൽ സർക്കാർ ഗവർണർക്ക് വഴങ്ങിയത്. അതും പാർട്ടി അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ. കടുത്ത അമർഷമാണ് വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. മുഖ്യമന്ത്രി ഗവർണർ ഒത്തുതീർപ്പിനെ നേതാക്കൾ ചോദ്യം ചെയ്തു. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇത്തരം ഒരു ഒത്തുതീർപ്പ് ഗുണം ചെയ്യില്ല എന്നു മാത്രമല്ല, രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ശരിയായ തീരുമാനമാണെന്ന് കരുതാനാകില്ലെന്നും അഭിപ്രായമുയർന്നു. സർക്കാർ നിലപാടിൽ തെറ്റില്ലെന്ന് സ്ഥാപിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ശ്രമം. തർക്കം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. വിസി നിയമനത്തിൽ സർക്കാരിന്റെ അധികാരം നഷ്ടപ്പെടുത്താൻ അത് വഴിവെക്കും. മറ്റു വഴികളില്ലാതെയാണ് ഇത്തരമൊരു ഒത്തുതീർപ്പിന് സർക്കാർ തയ്യാറായത്. ഡിജിറ്റൽ സർവകലാശാല വിസി നിയമനത്തിൽ സർക്കാർ നിലപാട് ഗവർണർ അംഗീകരിച്ചത് മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടുക എന്ന അപൂർവതയ്ക്കാണ് തിങ്കളാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാക്ഷിയായത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡോക്ടർ സിസയ്ക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ അധിക ചുമതല. ഡിജിറ്റൽ സർവകലാശാല VCയായി നിയമിതയായ ഡോക്ടർ സജി ഗോപിനാഥിന് മാതൃസ്ഥാപനത്തിൽ നിന്നും വിടുതൽ ചെയ്യുന്നതിന് കാലതാമസം ഉണ്ടാകുന്നതുകൊണ്ട് അദ്ദേഹം ചുമതലയേൽക്കുന്നതുവരെ ഡിജിറ്റൽ സർവകലാശാലയുടെ അധിക ചുമതല വഹിക്കാൻ സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ സിസ തോമസിന് ലോക് ഭവൻ നിർദ്ദേശം നൽകി. സിസ തോമസ് മന്ത്രി R ബിന്ദുവുമായി ചർച്ച നടത്തി. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യം തള്ളിയ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പിഴവുണ്ടെന്നും പരാതിക്കാർക്കെതിരായ തെളിവുകൾ പരിഗണിച്ചില്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ രാഹുൽ പറയുന്നു. രാഹുലിന്റെ അറസ്റ്റ് ഇന്നുവരെ കോടതി തടഞ്ഞിട്ടുണ്ട്. മുൻകൂർ ജാമ്യം തള്ളിയാൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വ്ളോഗർ മുകേഷ് M. നായർക്കെതിരായ പോക്സോ കേസ് നിലനിൽക്കില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് അർദ്ധനഗ്നയാക്കി റീൽസ് ചിത്രീകരിച്ചെന്നും അനുമതിയില്ലാതെ ദേഹത്ത് സ്പർശിച്ചെന്നുമായിരുന്നു പെൺകുട്ടിയുടെ പരാതി. കോവളം പോലീസാണ് കേസിൽ അന്വേഷണം നടത്തിയത്. കോവളത്തെ റിസോർട്ടിൽ വെച്ച് നടന്ന റീൽസ് ചിത്രീകരണത്തിനിടെ 15 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയെന്നായിരുന്നു ബ്ലോഗർ മുകേഷ് M. നായർക്കെതിരായ പരാതി. പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് കോവളം പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയുടെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോക്സോ വകുപ്പുകൾ ചുമത്തുകയായിരുന്നു. തുടർന്ന് പരാതിക്കിടയാക്കിയ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും വിശദമായി പരിശോധിച്ചതിന് പുറമെ സാക്ഷിമൊഴികൾ കൂടി കണക്കിലെടുത്താണ് പോക്സോ വകുപ്പുകൾ കേസിൽ നിലനിൽക്കില്ലെന്ന് കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേസമയം ആരോപണ വിധേയനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന മറ്റു വകുപ്പുകൾ നിലനിൽക്കുമെന്നും പോലീസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 14-ന് വാലന്റൈൻസ് ദിനവുമായി ബന്ധപ്പെട്ടാണ് 15-കാരി ഉൾപ്പെടെയുള്ള യുവതികളും ഒന്നിച്ച് മുകേഷ് M. നായർ പരാതിക്കിടയാക്കിയ റീൽസ് വീഡിയോ ചിത്രീകരിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ കോടതി ഇന്ന് വാദം കേൾക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറഞ്ഞേക്കും. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിക്ക് പിന്നാലെയാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം പരാതിക്കാരി കോടതിയിൽ രഹസ്യമൊഴിയും നൽകിയിരുന്നു. സംഭവം നടന്നുവെന്ന് പറയപ്പെടുന്ന സമയത്ത് പരാതിക്കാരിയും കുഞ്ഞുമുഹമ്മദും ഹോട്ടലുള്ളതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസ്
കോടതി ഇന്ന് പരിഗണിക്കും. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തേടി കടകംപള്ളി സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം സബ് കോടതിയാണ് പരിഗണിക്കുക. ചുണയുണ്ടെങ്കിൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. അതേസമയം എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കേസിൽ 4ാം പ്രതി ജയശ്രീക്ക് ഹാജരാകാൻ SIT നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM ഇന്ന് പരാതി നൽകും. ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമാകും പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുക. പാട്ടിൽ പരസ്യമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമുണ്ടായെന്നും പാട്ടിലൂടെ കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്നുമാണ് CPMന്റെ ആരോപണം. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിൽ കേസെടുത്തെങ്കിലും കടുത്ത നടപടികളിലേക്ക് പോലീസ് ഉടൻ കടന്നേക്കില്ല. പ്രതി ചേർത്തവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് നീക്കം. വിവിധ സൈറ്റുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യാനും സൈബർ വിഭാഗം നടപടി തുടങ്ങി. സൈബർ ഓപ്പറേഷൻസ് SP അങ്കിത് അശോകിനാണ് കേസിന്റെ മേൽനോട്ട ചുമതല. നിലവിൽ 4 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നടൻ ദിലീപിന്റെ സിനിമാ ബഹിഷ്കരണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് വ്യാപകമായി പോസ്റ്റർ പതിച്ചു. പാലക്കാട് മുന്നോട്ട് സംഘടനയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റർ പതിച്ചത്. ഇന്ന് രാവിലെ 8 മണിക്കാണ് ദിലീപിന്റെ സിനിമയുടെ ഫാൻ ഷോ ഉള്ളത്. സിനിമാ പോസ്റ്ററിന് മുകളിലാണ് സിനിമ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകളും പതിച്ചത്. തിരിച്ചെത്താൻ വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. സംസ്ഥാനത്ത് SIR എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് സമർപ്പിക്കുന്നതിനുള്ള അവസാന സമയം ഇന്ന് അവസാനിക്കും. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയായിരുന്നു ആദ്യം നിശ്ചയിച്ച സമയമെങ്കിലും സർക്കാർ സമ്മർദ്ദങ്ങളുടെയും കോടതി ഇടപെടലുകളുടെയും ഫലമായി ഡിസംബർ 18 വരെ സമയപരിധി നീട്ടുകയായിരുന്നു. സംസ്ഥാനത്താകെ 2.78 കോടി വോട്ടർമാർക്കാണ് എന്യൂമറേഷൻ ഫോം തയ്യാറാക്കിയത്. ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം നടപടികൾ പൂർത്തിയാക്കി അപ്ലോഡ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2.77 കോടിയാണ്. കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിൽ UDF ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ പഞ്ചായത്ത് ഓഫീസിൽ ശുദ്ധികലശം നടത്തിയ സംഭവത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിൽ കേസെടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരിയുടെ പരാതിയിൽ 10 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. SC/ST വകുപ്പ് പ്രകാരമാണ് കേസ്. കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വിദ്യാഘാത പ്രകടനത്തിനിടെയാണ് ലീഗ് പ്രവർത്തകർ പ്രതീകാത്മക ശുദ്ധികലശം നടത്തിയത്. നേരത്തെ തന്നെ വിവാദമായിരുന്നു. മറ്റു വാർത്തയിലേക്ക്. ഹമാസിനെ തളയ്ക്കാൻ മുസ്ലിം രാജ്യങ്ങളിലെ സേനയെ ഗാസയിലേക്ക് അയക്കാൻ ഒരുങ്ങി അമേരിക്ക. അടുത്തയാഴ്ച അമേരിക്കൻ സന്ദർശനം നടത്തുന്ന പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിനോട് ട്രംപ് ഇക്കാര്യം ഔദ്യോഗികമായി ആവശ്യപ്പെടും. എന്നാൽ പാകിസ്ഥാനിലെ തീവ്ര മതവാദികൾ ഇതിനെ ശക്തിയുക്തം ചെറുക്കുകയാണ്. മുസ്ലിങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന നേതാവെന്ന നിലയിൽ സ്വീകാര്യത ലഭിച്ചിരുന്ന മുനീറിന്റെ ചതിയാണ് ഇതെന്നാണ് വ്യാപക വിമർശനം.
അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, ട്രംപിന്റെ നീക്കം ഏറെ നിർണായകമാണ്. പക്ഷേ ഇത് സ്വീകരിക്കാനുള്ളൊരു സാധ്യത എത്രമാത്രമുണ്ട്? പ്രത്യേകിച്ചും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ മുനീർ ഇത് സ്വീകരിക്കുമോ? എന്ത് സംഭവിക്കും? എന്ത് പ്രതീക്ഷിക്കണം? ഭവ്യ, നമുക്കിപ്പോൾ ഒരു കാര്യവും ഉറപ്പു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ജൂണിലാണ് ഇതിനു മുൻപേ ഈ പറയുന്ന അസീം മുനീർ അവസാനമായി അമേരിക്കയിലെത്തിയത്. അദ്ദേഹവും ട്രംപും തമ്മിലുള്ള ബന്ധം അത് ഇതിനു മുൻപേ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫീൽഡ് മാർഷലാണ് ഈ അസീം മുനീർ എന്നാണ് ട്രംപ് ഇപ്പോൾ ഗാസ പീസ് കീപ്പിംഗ് പ്ലാനിൻ്റെ സമയത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഗാസ സമാധാന പദ്ധതി അത് നിലവിൽ വന്നിട്ട് 2 മാസം പിന്നിടുന്നു. അതേ വേദിയിൽ അസീം മുനീറിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫും അതേ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഈ അസീം മുനീറിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ട്രംപിൻ്റെ ഈ പരാമർശങ്ങൾ. അന്ന് ജൂണിൽ ഈ അസീം മുനീർ വൈറ്റ് ഹൗസിൽ എത്തിയപ്പോൾ ട്രംപും അസീം മുനീറും മാത്രമായിട്ടുള്ള ഒരു ഡിന്നർ ഫംഗ്ഷനൊക്കെയാണ് നടന്നത്. അപ്പോൾ ഇരുവരും തമ്മിലുള്ള ഈ ഒരു ബന്ധം വെച്ചിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഗാസ പീസ് കീപ്പിംഗ് പ്ലാനിൻ്റെ 2ാം ഘട്ടം എന്നുള്ള നിലയിൽ അവിടെ ഒരു അന്താരാഷ്ട്ര സേനയെ നിയോഗിക്കാനുള്ള ഈ ദൗത്യം അതിൽ ഒരു നിർണായക പങ്ക് വഹിക്കാൻ ആർമിയെ ട്രംപ് ക്ഷണിക്കുന്നത്. പാകിസ്ഥാനിലും ഇന്തോനേഷ്യയിലുമുള്ള സൈന്യത്തിനെയാണ് ആദ്യത്തെ ഈ അന്താരാഷ്ട്ര പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നുള്ള നിലയിൽ ഗാസയിൽ നിയോഗിക്കാനായിട്ട് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഈ സേനയുടെ ഉദ്ദേശങ്ങളെന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഗാസയുടെ സമാധാന പദ്ധതി അത് ചർച്ച ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വിശദമാക്കിയ കാര്യമാണ്. ഈ സേനയുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഗാസയിലുള്ള ഹമാസ് എന്ന് പറയുന്ന സംഘടന അവരെ നിരായുധീകരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഈ ഒരു സേനയ്ക്കുണ്ട്. മാത്രമല്ല അവിടെയുള്ള ഒരു ഭരണ കൈമാറ്റ സമയം, ഈ ഒരു ട്രാൻസിഷൻ പീരീഡിന് നേതൃത്വം വഹിക്കുക, ഈ ഒരു കാര്യം കൂടി ഈ സേനയ്ക്ക് ഇപ്പോൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ നിലവിൽ ഈ സമാധാന കരാർ നിലവിൽ വന്ന ശേഷവും ഹമാസും ഇസ്രായേലും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സംഘർഷം അത് നിലനിൽക്കുന്നുണ്ട്. ഹമാസ് വെടിനിർത്തൽ ലംഘിക്കുന്നു, അതുപോലെ തന്നെ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനു മുൻപേ തന്നെ പലതവണ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും സംഘർഷം സജീവമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഈ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് അതിൻ്റെ ഭാഗമായിട്ട് ഈ പാകിസ്ഥാൻ സേന ഗാസയിൽ എത്തുകയാണെങ്കിൽ ഹമാസിനെതിരെ പ്രവർത്തിക്കേണ്ടി വരും. ഹമാസിനെ നിരായുധീകരിക്കേണ്ട ആ ഒരു പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടി വരും. ഇതെല്ലാം പാകിസ്ഥാനിലുള്ള തീവ്ര മതവാദികളിൽ കടുത്ത എതിർപ്പ് ഉണ്ടാക്കാൻ കാരണമാകും. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ വ്യാപകമായിട്ടുള്ള വിമർശനം അത് ശക്തമായിട്ടുണ്ട് അസീം മുനീറിനെതിരെ. ഇപ്പോൾ നിലവിൽ അടുത്ത ആഴ്ച അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് ഈ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ സേനയെ ഗാസയിലേക്ക് അയക്കാനുള്ള കരാർ ഒപ്പിടാനാണ് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം പാകിസ്ഥാനിൽ ഇപ്പോൾ തന്നെ പ്രചരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് വ്യാപക വിമർശനം അവിടെയാണ്. അജയ്, നമുക്കറിയാം ഈ അസീം മുനീറും ട്രംപും തമ്മിലുള്ള ബന്ധം നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അത് വലിയ തരത്തിൽ ചർച്ചയായത് കൂടിയാണ്. അത് മാത്രമല്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ട്രംപിന്റെ ഒരു തന്ത്രമാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. വലിയ ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു തന്ത്രം തന്നെയാണ് ഈ കാര്യത്തിൽ ട്രംപ് സ്വീകരിച്ചത്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെയുള്ളൊരു നയതന്ത്രമാണ് ഇവിടെ അദ്ദേഹം സ്വീകരിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന നേതാവ് എന്നുള്ള പേര് വലിയ തരത്തിൽ അസീം മുനീറിനുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കുമോ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക? അദ്ദേഹം എന്ത് തീരുമാനിക്കാനായിരിക്കും സാധ്യതയുണ്ടാവുക? ട്രംപിന്റെ ബന്ധം വെച്ചിട്ട് അത് തള്ളാനുള്ള സാധ്യതയുണ്ടോ? അതാണ് ഇപ്പോൾ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ടുള്ള ബന്ധം അത് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. ഇന്ത്യക്ക് നേരെയുള്ള ഈ ആക്രമണം അത് ഇതിനു മുൻപേ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്താണെങ്കിലും അതിനു മുൻപേ എല്ലാമാണെങ്കിലും അദ്ദേഹം വളരെ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തിയിരുന്നു. ഇപ്പോൾ കശ്മീരിൽ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപേ ഈ അസീം മുനീറിൻ്റെ ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗമെല്ലാം പുറത്തു വന്നതാണ്. അതിൽ അവിടെയുള്ള
പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെ ഒന്നിച്ച് നിർത്തുന്ന തരത്തിലുള്ള, അതായത് അവിടെയുള്ള മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന അവിടുത്തെ മുസ്ലിങ്ങളുടെ രക്ഷകൻ എന്നുള്ള നിലയിലെല്ലാം സ്വയം ഉയർന്നു വരാനാണ് അസീം മുനീർ എന്നും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ കസേര ഉടൻ തന്നെ വലിച്ച് താഴെ ഇടുക എന്നൊരു സ്വപ്നം കൂടി അസീം മുനീർ കാണുന്നുണ്ട് എന്നൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം അതിൻ്റെ ഒരു ശ്രമങ്ങൾ ആ ഒരു പടിയിലേക്ക് പാകിസ്ഥാൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണമാണെങ്കിലും ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളാണെങ്കിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിലവിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് പാകിസ്ഥാന് പ്രശ്നമുണ്ട്. അതേസമയം തന്നെ ഇന്ത്യക്കെതിരെയും പാകിസ്ഥാന് നിലവിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ സേന ഈ രണ്ട് അതിർത്തികളിൽ, അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലും ഇന്ത്യൻ അതിർത്തിയിലും, അതുമാത്രമല്ല പാകിസ്ഥാൻ അകത്ത് തന്നെ ഉണ്ടാകുന്ന ഈ ബലൂചിസ്ഥാൻ വിഷയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ സേനയെ ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ അവിടെയുള്ള നിരീക്ഷണം ശക്തമാക്കേണ്ടതുണ്ട്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ അതിർത്തി ശക്തിപ്പെടുത്തണം. പിന്നെ ബലൂചിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം ഇത് ചെറുക്കണം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടെല്ലാം പാകിസ്ഥാൻ സേനയെ നിലവിൽ തന്നെ പല ഭാഗത്തായി വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഗാസയിലേക്ക് ഒരു സേനയെ അയക്കുക എന്ന് പറയുന്നത് അത് പാകിസ്ഥാന് സൈനികമായി തന്നെ ഒരു അടിയാണ്. അതുമാത്രമല്ല ട്രംപിൻ്റെ ഒരു ബന്ധമെന്ന് പറയുന്നത് അസീം മുനീറിന് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നുകൂടിയാണ്. കാരണം ഇന്ത്യക്കെതിരെയുള്ള നിലപാടെടുക്കുമ്പോഴും അഫ്ഗാനിസ്ഥാനെതിരെയുള്ള നിലപാടെടുക്കുമ്പോഴും അമേരിക്കയുടെ ഒരു പിന്തുണയുണ്ടെങ്കിൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശക്തി കൂടിയാണ്. അപ്പോൾ ഒരിക്കലും ട്രംപിനെ പിണക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അവിടെയുള്ള പാകിസ്ഥാനിലുള്ള തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണയായിട്ടുള്ള തീവ്ര മതവിഭാഗക്കാർ അവരെ ഒരിക്കലും പിണക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല ഇപ്പോൾ ഈ പാകിസ്ഥാൻ സേനയെ അതിൻ്റെ ശക്തി ദുർബലമാക്കാനും സാധിക്കില്ല. ഇപ്പോൾ 3 തരത്തിലുള്ള പ്രഷറാണ് അസീം മുനീറിനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് തീരുമാനം എടുക്കും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിർണായകമാണ്. ഇതിലേത് കാര്യത്തിൽ കൈവച്ചാലും അത് ചെറുതായിട്ടൊരടി അത് അസീം മുനീറിന് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം അത് ഉറപ്പാണ്. അജയ് സുധാ ബിജുവാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ഫിഫ അറബ് കപ്പിന്റെ കലാശപ്പോരിൽ ജോർദാൻ മൊറോക്കോയെ നേരിടും. ആദ്യമായാണ് ഇരു ടീമും ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ UAE എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ ഫൈനലിൽ പ്രവേശിച്ചത്. രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ സൗദി അറേബ്യയെ തോൽപ്പിച്ചാണ് ജോർദാൻ ഫൈനൽ പോരാട്ടത്തിന് ടിക്കറ്റ് എടുത്തത്. 3ാം സ്ഥാനത്തിന് സൗദിയും UAEയും ഏറ്റുമുട്ടും. ശബരിമലയിലെ ഭക്തജന തിരക്കിൽ നേരിയ കുറവ്. ഇന്നലെ 83,336 ഭക്തർ മാത്രമാണ് ശബരിമലയിലെത്തിയത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഭക്തരുടെ എണ്ണം കുറഞ്ഞത്. ഇതിനിടെ ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഇന്ന് ഉന്നതതല യോഗമുണ്ടാകും. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, സന്നിധാനത്താണുള്ളത്. എങ്ങനെയാണ് ഇന്നത്തെ തിരക്ക്? ഇന്നലെ തിരക്ക് കുറച്ച് കുറവാന്നൊക്കെ പറയുന്നു. ഇന്ന് തിരക്കുണ്ടോ? ഭവ്യ, എല്ലാ ദിവസവും രാവിലെ അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇന്നിപ്പോൾ രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 26,000-ൽ പരം ഭക്തരാണ് ഇതുവരെ പുലർച്ചെ 3 മണിക്ക് നട തുറന്ന ശേഷം ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. ഇന്നലെ ഇത് 30,000 ഒക്കെ ആയിരുന്നു. അത് വെച്ച് നോക്കിയാലും ഇന്നലത്തെ അപേക്ഷിച്ചും ഇന്ന് രാവിലെയും ഭക്തജന തിരക്ക് കുറവാണ്. ഇന്നലെ ഏതാണ്ട് 83,000 ഭക്തരാണ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത്. അതിന് തൊട്ട് മുൻപുള്ള ദിവസം 91,000 പേർ ദർശനത്തിനെത്തി. അതിന് മുൻപുള്ള ദിവസം 97,000 പേരെത്തി. അതൊക്കെയാണ് കണക്ക്. അതായത് തിരക്ക് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശബരിമലയിലെ ഇത്തവണത്തെ ഒരു ട്രെൻഡ് ഇങ്ങനെയാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടാറുള്ളത്. സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നതെങ്കിൽ, വെള്ളി ശനി ഞായറൊക്കെ വലിയ തിരക്കായിരുന്നെങ്കിൽ ഏറ്റവും കുറവ് തിരക്ക് അനുഭവപ്പെടുന്നത് ഈ അവധി ദിവസങ്ങളിലാണ്. ശനി ഞായർ ദിവസങ്ങളിലാണ് ഇതുവരെയുള്ള കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കുറവ് തിരക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തായാലും കാര്യങ്ങൾ തിരക്ക് കുറഞ്ഞതോടെ സുഗമമായി പോകുന്നു എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഉന്നതതല യോഗം മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്താണ് ഉള്ളത്. ഈ 26-ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ മണ്ഡലപൂജ, അതിൻ്റെ ഒരുക്കങ്ങൾ, മകര വിളക്ക് ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള യോഗവും നടക്കുന്നുണ്ട്. നിലവിലെന്തായാലും രാവിലെ ഉഷപൂജ അടക്കമുള്ള ചടങ്ങുകളിലേക്ക് ശബരിമല സന്നിധാനം കടക്കുകയാണ്.
വലിയ തിരക്കില്ലാതെ കാര്യങ്ങൾ പോകുന്നു. ഒരുപാട് സമയം ഇപ്പോൾ രാത്രി കയറി വന്ന ഭക്തരോടൊക്കെ സംസാരിക്കുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, പമ്പയിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് പറഞ്ഞ കണക്കോളം ഏതാണ്ട് 80,000 പേർക്കോളം ദർശനം എന്നുള്ളതാണ് ഏതാണ്ടൊരു കണക്ക് ഉള്ളത്. അതിനും അപ്പുറത്തേക്ക് പല ദിവസങ്ങളിൽ പോകാറുണ്ടെങ്കിൽ പോലും ഇതിലേക്ക് എത്തിയാൽ പോലും വലിയൊരു എന്താ പറയുക, ഈ 80,000 90,000 ഒക്കെ എത്തുമ്പോൾ പോലും ആ ഒരു വലിയ ബുദ്ധിമുട്ട് ഭക്തർക്കുണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഈ ദിവസങ്ങളിലെ ഒരു അനുഭവം. ഭവ്യ, ശ്രീജിത്ത്, ഇന്നാണ് ശബരിമലയിൽ, ഇന്നലെയാന്ന് തോന്നുന്നു ശബരിമലയിലേക്ക് എത്തിയത്. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു കാലാവസ്ഥയൊക്കെ? അവർക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര തണുപ്പാന്നൊക്കെ പറയുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല ഭവ്യ. ഇന്നലെ മാത്രം ഇടയ്ക്ക് മഴ പെയ്തിരുന്നു. അത് രാവിലെ സമയത്ത് മാത്രമാണ് മഴ പെയ്തത്. ഇടയ്ക്ക് കാടാണല്ലോ, കൊടും കാടാണ് എന്ന നിലയിൽ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ മാറുകയും മഞ്ഞ് വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. എല്ലാ വർഷവും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ചിലർക്കൊക്കെയെങ്കിലും ഇടയ്ക്ക് പനി പിടിക്കുകയോ ചുമ വരികയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അതിവിടുത്തെ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥ മാറ്റവും വലിയ പൊടിയുടെ പ്രശ്നങ്ങളൊക്കെ ചില സമയത്തെങ്കിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെയാണ് നിലവിൽ വളരെ കാര്യങ്ങൾ സുഗമമായി തന്നെ പോവുകയാണ്. അത് നമുക്ക് മാത്രമല്ല, ഭക്തരെ സംബന്ധിച്ചും ഏതാണ്ട് ദർശനത്തിനെത്തുന്നവർക്കൊക്കെ ഏതാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. 20 അരവണ മാത്രമാണ് ഇപ്പോൾ ഒരു ദിവസം നൽകുന്നത്, ഒരാൾക്ക് നൽകുന്നത് എന്നുള്ളതാണ്. ആ ഒരു നിയന്ത്രണം തുടരുകയാണ്. അപ്പോൾ 21-ാം തീയതി മുതൽ ഫലത്തിൽ കേരള ഒന്നിടവിട്ട ദിവസങ്ങളിൽ കേരള സദ്യയും ഒപ്പം തന്നെ അടുത്ത ദിവസം പുലാവ് എന്നുള്ള നിലയിലുള്ള ക്രമീകരണവും തുടരുമെന്നാണ് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞത്. എന്തായാലും ഇനി 23-ന് തങ്കയങ്കി ഘോഷയാത്ര ആറന്മുളയിൽ നിന്ന് പുറപ്പെടുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഉത്സവ അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം പതുക്കെ പതുക്കെ മാറുകയാണ്. ഭവ്യ, ശരി. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എരുമേലി കാനനപാത വഴി സഞ്ചരിക്കുന്ന തീർത്ഥാടകർക്ക് അനുവദിച്ചിരിക്കുന്ന പ്രത്യേക പാസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുല്ലുമേട് വഴി എത്തുന്ന ഭക്തർക്ക് നേരിട്ട് ദർശനം നൽകുന്ന സമാനമായ സാഹചര്യം ഒരുക്കണമെന്നാണ് ആവശ്യം. എരുമേലി വഴി 46 കിലോമീറ്റർ കാൽനടയായി എത്തുന്ന ഭക്തർ വാഹനങ്ങളിൽ എത്തുന്നവർക്കും പിന്നിൽ ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണിപ്പോൾ ഉള്ളതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ഭക്തർക്ക്. കഴിഞ്ഞ തീർത്ഥാടന കാലം മുതലാണ് എരുമേലി കാനനപാതയിൽ കൂടിയെത്തുന്ന ഭക്തർക്ക് മുക്കുഴിയിൽ പ്രത്യേക പാസ് നൽകിയിരുന്നത്. ഇവർക്ക് നടപ്പന്തലിലടക്കം മറ്റു ഭക്തർക്കൊപ്പം ക്യൂവിൽ നിൽക്കേണ്ടി വന്നിരുന്നില്ല. പുല്ലുമേട് വഴി എത്തുന്നവർക്ക് സമാനമായി നേരിട്ട് 18-ാം പടി ചവിട്ടാൻ കഴിയുന്ന സാഹചര്യമൊരുക്കി. എന്നാൽ തിരക്ക് വർദ്ധിച്ചതോടെ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് തന്നെ ഇത് നിർത്തലാക്കി. ഈ സംവിധാനം ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ഞങ്ങൾ ഗണപതി ക്ഷേത്രത്തിന്റെ താഴെയാണ് നടന്നു വരുന്നവരെത്തുന്നത്. പക്ഷേ ഞങ്ങൾ വീണ്ടും വാഹനങ്ങളിൽ വരുന്ന ആളുകളുടെ പുറകിലേക്ക് പാലത്തിൻ്റെ അങ്ങോട്ട് പറഞ്ഞു വിടുകയും വീണ്ടും ഞങ്ങൾ അവരുടെ പുറകിൽ പോയി നിന്ന് കുറേ സമയം കഴിഞ്ഞാണ് വീണ്ടും ഗണപതി കോവിലെത്തിയത്. അവിടുന്ന് ഞങ്ങൾ മരക്കൂട്ടത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ഞങ്ങൾ എരുമേലിയിൽ നടന്നു വരുന്നവരാണ്, പ്രായമുള്ള ആളുകളാണ്, ഞങ്ങൾക്ക് ഇനി കൂടുതൽ ശരംകുത്ത് വഴി കയറിപ്പോയി നടക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്, 82 വയസ്സ് ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും അവർ നമ്മളോട് വളരെ മോശമായ രീതിയിലാണ് പറഞ്ഞത്. നിങ്ങളെന്തിനാണ് നടന്നു വരാൻ പോയത്, നിങ്ങൾക്ക് വണ്ടിക്ക് വന്നാൽ പോരെ എന്നുള്ള രീതിയിലാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചത്. ഈ കാനനപാത വഴി വന്ന ആളുകൾക്ക് കൊടുത്ത പാസ് സന്നിധാനത്ത് എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അത് കൈപ്പറ്റാതെ അവരെ ദർശനത്തിനായിട്ട് കടത്തിവിടുകയും അവർ ഈ പാസുമായിട്ട് പോയിട്ട് ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് മറ്റാളുകൾക്ക് ഈ പാസ് വീണ്ടും കൈമാറുകയും അവർ ആ പാസുമായിട്ട് വീണ്ടും സന്നിധാനത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ അങ്ങനെ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുപ്പതി മോഡലിൽ ഒരു QR കോഡ് സംവിധാനത്തിലുള്ള പാസ് നമുക്ക് ഒരുക്കുകയാണെങ്കിൽ അങ്ങനെ ദുർവിനിയോഗം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും. ദേവസ്വം മന്ത്രി VN വാസവനും പ്രസിഡന്റ് K ജയകുമാറിനും ഭക്തർ നിവേദനം നൽകിയിട്ടുണ്ട്. പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് ബോർഡിന്റെ നിലപാട്. പിന്നെ കാനനപാതയിൽ പാസ് കൊടുക്കുക തുടങ്ങിയ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. നമ്മൾ സ്പോട്ട് ബുക്കിംഗ് കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ എന്നൊരു ആവശ്യമുണ്ട്. അത് ഫോറസ്റ്റുകാരായിട്ട് സംസാരിക്കണം, കൊടുക്കാമെന്നാണെന്ന് എരുമേലിയുള്ള മീറ്റിംഗിൽ തീരുമാനിച്ചത് കൊടുക്കാം. ഈ തീർത്ഥാടന കാലത്ത് തന്നെ സൗകര്യമൊരുക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. എന്നാൽ മണ്ഡലപൂജയ്ക്ക് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ദേവസ്വം ബോർഡ് അനുകൂല നിലപാടെടുക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. KP ദിനേശൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ക്രിസ്മസും പുതുവത്സരവും അടുത്തതോടെ വിപണിയും സജീവമായി. നക്ഷത്രങ്ങളും വൈദ്യുത അലങ്കാര വസ്തുക്കളും ക്രിസ്മസ് ട്രീയും ഒക്കെയാണ് പതിവ് പോലെ ഇത്തവണയും വിപണി കൈയടക്കിയിട്ടുള്ളത്. വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന അലങ്കാര വസ്തുക്കളുടെ വ്യത്യസ്ത ഇനങ്ങളും ഇപ്പോൾ പ്രചാരത്തിലുണ്ട്.
ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അലങ്കാര വിപണി സജീവമാണ്. അലങ്കാര വസ്തുക്കൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ വിപണിയിലും ഉണർവായി. LED നക്ഷത്രങ്ങൾക്കും ക്രിസ്മസ് ട്രീക്കും ആവശ്യക്കാരേറെ. കടലാസ നക്ഷത്രങ്ങൾക്കും ആവശ്യക്കാരുണ്ട്. നക്ഷത്രങ്ങളും വ്യത്യസ്ത ഇനം അലങ്കാര ബൾബുകളും ക്രിസ്മസ് ട്രീയുമെല്ലാം നന്നായി വിറ്റുപോകുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ കാർഡുകൾ ഓർമ്മകളിൽ മറഞ്ഞെങ്കിലും പേരിനെങ്കിലും കാർഡുകൾ ചില വ്യാപാരികൾ കരുതിയിട്ടുണ്ട്. മുൻവർഷത്തേക്കാൾ പലതിനും വില കൂടി. വരും ദിവസങ്ങളിൽ വിപണി കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. ക്രിസ്മസിനായി നാടൊരുങ്ങി. ആഘോഷങ്ങൾക്ക് മാറ്റേകാൻ നക്ഷത്രങ്ങളും ഉയർന്നു. കോതമംഗലം നാഗഞ്ചേരി പള്ളിയങ്കണത്തിലെ കാഴ്ചകൾ കാണാം. ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാട്. വിവിധയിടങ്ങളിൽ പുൽക്കൂടുകളും നക്ഷത്രങ്ങളും തയ്യാറാണ്. നാഗഞ്ചേരി സെയിന്റ് ജോർജ് ഹെബ്രോൺ യാക്കോബായ പള്ളിയിലെ കൂറ്റൻ നക്ഷത്രവും കൗതുക കാഴ്ചയാവുകയാണ്. ഏകദേശം 60 അടി ഉയരവും 300 കിലോ ഭാരവുമുള്ള കൂറ്റൻ നക്ഷത്രമാണ് സ്ഥാപിച്ചത്. നക്ഷത്രങ്ങൾ എപ്പോഴും ക്രിസ്തുവിലേക്ക് വഴികാട്ടുന്ന പ്രതീകമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നാഗഞ്ചേരി ഹെബ്രോൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇതുപോലൊരു പടുകൂറ്റൻ നക്ഷത്രം ഉയർത്താനായിട്ട് ഇടയായത് അതിൻ്റെ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്. ക്രെയിൻ ഉപയോഗിച്ചാണ് കൂറ്റൻ നക്ഷത്രം സ്ഥാപിച്ചത്. 100 കണക്കിന് ചെറു നക്ഷത്രങ്ങളും ഇതോടൊപ്പം പള്ളിയങ്കണത്തിൽ മിന്നി തിളങ്ങുന്നുണ്ട്. രാത്രി ആകാശത്ത് തെളിയുന്ന നക്ഷത്രം പോലെ പള്ളിമുറ്റവും പരിസരവും മുഴുവൻ പ്രകാശിപ്പിക്കുന്നതാണ് ഈ നക്ഷത്ര വിളക്കുകൾ. ഏകദേശം 60 അടിയോളം ഉയരത്തിൽ 300ഓളം കിലോ ഭാരമുള്ളതായ ഈ വലിയ പടുകൂറ്റൻ നക്ഷത്രം ക്രെയിൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഉയർത്തി നാട്ടപ്പെട്ടിരിക്കുന്നത്. ലോകത്തിന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ക്രിസ്തുമസിൻ്റെ ഈ നാളിൽ ക്രിസ്തുവിലേക്ക് നടന്നെടുക്കാനുള്ള, ക്രിസ്തു ജനിച്ചിരിക്കുന്നൊരിടം കണ്ടെത്താനുള്ള പ്രതീകമായിട്ടാണ് നക്ഷത്രത്തെ നാം കാണുന്നതും വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതും. ക്രിസ്മസ് ആയതോടെ വിപണിയും സജീവമായി. നിരവധി പുതിയതരം അലങ്കാര വസ്തുക്കളാണ് വിപണിയിലെത്തിയിട്ടുള്ളത്. ന്യൂസ് 18 കോതമംഗലം. തിരൂരിന് ഉത്സവാഘോഷത്തിന്റെ രാപ്പകലുകൾ സമ്മാനിച്ച് പാപ്പാമാർ നിരത്തിലിറങ്ങി. തിരൂർ YMCAയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമായി റവറൽ ഫാദർ എൽദോ ജേക്കബ് പാപ്പ ഷോ ഫ്ലാഗ് ഓഫ് ചെയ്തു. തിരൂർ നഗരത്തിന്റെ ഹൃദയം കീഴടക്കി 100-ലധികം ക്രിസ്മസ് പാപ്പാമാരാണ് നഗരത്തിലിറങ്ങിയത്. തിരൂരിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് പാപ്പാമാർ തിരൂർ നഗരത്തിന്റെ ഹൃദയം കീഴടക്കാനെത്തിയത്. റവറൻ ഫാദർ എൽദോ ജേക്കബ് പാപ്പ ഷോ ഫ്ലാഗ് ഓഫ് ചെയ്തു. തിരൂർ YMCAയുടെ ആഭിമുഖ്യത്തിലാണ് എക്യുമെനിക്കൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടക്കാറുള്ളത്. ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് തിരൂർ ഫാത്തിമ മാതാ നഴ്സറി സ്കൂളിൽ തുടക്കമായി. ക്രിസ്മസ് പുതുവത്സര സമ്മേളനം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് മധുരം പകർന്നു.
ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് തിരൂർ ഡിവൈഎസ്പി AJ ജോൺസൺ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കോർ എപ്പിസ്കോപ്പ റവറന്റ് മാത്യൂസ് വട്ടിയാനിക്കൽ മുഖ്യാതിഥിയായി. റവറന്റ് ഫാദർ ജോസഫ് മണ്ണഞ്ചേരിയിൽ ക്രിസ്മസ് സന്ദേശവും റവറന്റ് ഫാദർ എൽദോ ജേക്കബ് പുതുവത്സര സന്ദേശവും നൽകി. ന്യൂസ് 18 തിരൂർ. ക്രിസ്മസിനെ വരവേൽക്കാൻ നക്ഷത്രഗ്രാമം ഒരുക്കി കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയം. ദേവാലയത്തിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് നക്ഷത്രഗ്രാമം നിർമ്മിച്ചത്. നക്ഷത്രങ്ങൾ തെളിയുന്നതോടെ പള്ളിമുറ്റത്തെ കാഴ്ച അതിമനോഹരമാണ്. നക്ഷത്രാലങ്കാരം കാണാൻ പള്ളിയിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. നമുക്ക് ആ കാഴ്ചയൊന്ന് കണ്ടുവരാം. നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ ഒരു കാഴ്ച. ഇത് കാണാൻ മറ്റെങ്ങും പോകണ്ട, കട്ടപ്പന സെയിന്റ് ജോർജ് ഫൊറോന ദേവാലയാങ്കണത്തിലെത്തിയാൽ മതി. ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നിർമ്മിച്ച നക്ഷത്ര ഗ്രാമമാണ് ഈ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്നത്. നക്ഷത്രങ്ങളാണ് വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഇടവകയിലെ 55 കുടുംബ കൂട്ടായ്മകളെ സൂചിപ്പിക്കുന്നു. യുവാക്കൾക്ക് എല്ലാ പിന്തുണയുമായി ദേവാലയത്തിലെ വൈദികരടക്കം ഇടവകയിലെ മറ്റ് ആളുകളും ഉണ്ടായിരുന്നു. ദേവാലയ അങ്കണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ നക്ഷത്ര ഗ്രാമം നാട്ടിലെ സംസാര വിഷയമായി മാറിക്കഴിഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്ത്രീകൾക്ക് കൂട്ടായി സ്വമൊരുങ്ങി. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന സ്ത്രീകളുടെ ഉന്നമനം, ചേർത്തുനിർത്തൽ എന്നീ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് സോം ഫൗണ്ടേഷൻ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീകളുടെ ഉന്നമനമാണ് ലക്ഷ്യം. സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, തൊഴിൽ, കലാസാഹിത്യ മേഖലകളിൽ ശ്രദ്ധ നൽകിയാണ് സ്വമ്മിന്റെ പ്രവർത്തനം. വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് പുറമെ ഡോക്ടർമാർ, അധ്യാപകർ, അഭിഭാഷകർ, സർക്കാർ ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലകളിലുള്ള 30-ലധികം സ്ത്രീകളുടെ കൂട്ടായ്മയാണ് സ്വമ്മിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നത്. ഒറ്റപ്പെട്ടവരെ ഒപ്പം കൂട്ടി ദുരിതങ്ങളിൽ സഹായം നൽകുകയാണ് ലക്ഷ്യം. ഡോക്ടർ രാധിക സി നായർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സോം ഫൗണ്ടേഷൻ സ്ഥാപക പ്രസിഡന്റ് പ്രീത വി.എൻ. അധ്യക്ഷയായി. കലാമണ്ഡലം രജിത വി. വിജയൻ സോം ഫൗണ്ടേഷൻ ലോഗോ പ്രകാശനം ചെയ്തു. താലൂക്കിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ഫൗണ്ടർ സെക്രട്ടറി ഷീജ സാന്ദ്ര, കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സ്കൂൾ സൊസൈറ്റി ഫൗണ്ടർ ചെയർപേഴ്സൺ അനിത, സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഉഷാലിറ്റി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരിടവേള കൂടി. മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ
അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ മലപ്പുറത്ത് ക്ഷേത്രത്തിൽ പാട്ട് വെക്കുന്നതിനെതിരെ UDF എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ മലപ്പുറം എടവണ്ണ കൊളപ്പാട് വിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയും പ്രദേശത്തെ UDF നേതൃത്വവും രംഗത്ത്. അമ്പലത്തിൽ ഉച്ചഭാഷണിയിൽ പാട്ട് വെക്കുന്നതിനെതിരെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ജയൻ നമ്പൂതിരി എന്ന വ്യക്തി നൽകിയ പരാതിയും ഇതേ തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ മുദ്രാവാക്യം വിളിയിലേക്ക് എത്തിയത്. മുദ്രാവാക്യം വിളിച്ചവരിൽ മുസ്ലിങ്ങളോ മുസ്ലിം ലീഗുകാരോ ഇല്ലെന്നും ക്ഷേത്രത്തിൽ പാട്ട് വെക്കരുത് എന്നല്ല മുദ്രാവാക്യത്തിൽ പറഞ്ഞതെന്നുമാണ് വ്യക്തമാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വിദ്വേഷ പ്രചരണത്തിന് കൂടിയാണ് ഇവിടെ അവസാനമാകുന്നത്. മലപ്പുറത്ത് ഹൈന്ദവ ക്ഷേത്രത്തിൽ പാട്ടുവെക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ ഞങ്ങൾ എടവണ്ണയിലെത്തി. കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഈ സംഭവം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കമ്മിറ്റിയും പരിസരവാസിയായ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ജയൻ നമ്പൂതിരിയുമായി ചില പ്രശ്നങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ജയൻ നമ്പൂതിരി കമ്മിറ്റിക്കെതിരെ പോലീസിലും മറ്റും പരാതി നൽകിയിരുന്നു. ചില പ്രശ്നങ്ങൾ കോടതി വരെയും എത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് അമിതമായിട്ട് ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ട് ഞങ്ങളിവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. അത് ക്ഷേത്ര സമിതി മുഴുവൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ഇതേപോലെ പല സമയത്തും അവരോട് നേരിട്ട് പറഞ്ഞു. എടവണ്ണ പോലീസ് DGP വരെയുള്ള ഓഫീസേഴ്സിന് പരാതി കൊടുത്തു. അപ്പോൾ പരാതി കൊടുക്കുമ്പം ഇവർ കണ്ടമാനം പരാതി കൊടുത്ത് ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവരുടെ ടോൺ വരുന്നത്. അവസാനം ഇപ്പം RDOയുടെ അടുത്ത് പരാതി കൊടുത്തതിൻ്റെ ഫലമായിട്ട് തഹസിൽദാരുടെ അടുത്ത് നിന്ന് 50 ഡെസിബലിൻ്റെ താഴത്തെ വെക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവർ 50 ഡെസിബൽ ക്രമീകരിച്ചത് ആംപ്ലിഫയറിൻ്റെ മുകളിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് പകുതി വോളിയം കൺട്രോൾ ചെയ്തിട്ടാണ് വീഡിയോ കാണിച്ചു കൊടുത്തത്. യഥാർത്ഥത്തിൽ 50 ഡെസിബൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ശബ്ദമാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ രീതിയിൽ ക്രമീകരിക്കുന്നതിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് പല രീതിയിൽ സുഖമില്ലാത്ത അച്ഛനും അമ്മയും അതേപോലെ ചെറിയ കുട്ടിയൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ ഇത്ര ഒരു 10-20 മീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഈ ബോക്സ് നമുക്ക് ശല്യമാണെന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതിൽ പാട്ട് വെക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. ഞങ്ങൾ വിശ്വാസമുള്ളവരാണ്, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അമിതമായിട്ടുള്ള ശബ്ദം ബുദ്ധിമുട്ടാണ്. ഈ ക്ഷേത്ര കമ്മിറ്റിയിലെ ചിലർ BJPയുടെ സ്ഥാനാർത്ഥികളായി ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. ജയൻ നമ്പൂതിരിക്കൊപ്പം നിൽക്കുന്നത് UDFൻ്റെ അനുഭാവികളും. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UDFന് വലിയ വിജയം ലഭിച്ചപ്പോൾ UDF അനുഭാവികൾ ക്ഷേത്രത്തിലെ പാട്ട് വയ്ക്കുന്നതും അവരുടെ ആവേശത്തിൽ
ജയിച്ചതിൻ്റെ ആവേശത്തിൽ മുദ്രാവാക്യമായി പറഞ്ഞു പോവുകയായിരുന്നു. അല്ലാതെ അമ്പലത്തിൽ പാട്ടുവെക്കുന്നതിനെതിരെയല്ല UDF എന്ന് മുദ്രാവാക്യം വിളിച്ചവരും പ്രദേശത്ത് ജയിച്ച കോൺഗ്രസിൻ്റെ മെമ്പറും എടവണ്ണയിലെ UDF നേതൃത്വവും വ്യക്തമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ എടവണ്ണ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഭരണം കിട്ടിയതിൻ്റെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രകടനം വിളിച്ചത്. അപ്പം ഇപ്പോൾ ഒരു വിവാദം വന്നിരിക്കുന്നത് നമ്മൾ ഇവിടുത്തെ അമ്പലത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ്. എങ്ങനെ ശരിക്കും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അമ്പലത്തിനെതിരെ ഞങ്ങളതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യത്തിൽ അമ്പലത്തിൽ പാട്ട് വേണ്ട എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെയല്ല, ശബ്ദം കുറയ്ക്കണം എന്നില്ല, അതും നിയമാനുസൃതമായ, അല്ലാതെ അമ്പലത്തിൽ പാട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല, ശബ്ദം കുറയ്ക്കണം എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അത് ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റേ ഒരു കുടുംബ അമ്പലത്തിലെ പൂജാരി കൂടിയായിട്ടുള്ള നമ്പൂരിയായിട്ട് ആ അമ്പലത്തിലെ ആളുകളുമായിട്ട് കുറേ തർക്കങ്ങളുണ്ട്. മഞ്ചേരി മുനിസിപ്പൽ കോടതിയിൽ തർക്കമുണ്ട്, അതുപോലെ തന്നെ RTO കോടതി തർക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആ അമ്പലത്തിലെ തൊട്ടടുത്തുള്ള മറ്റു അമ്പലത്തിലെ പൂജാരിയായ ആ നമ്പൂതിരിയുടെ വീട്ടിലേക്ക് BJPയുടെയും CPMൻ്റെയും ആളുകൾക്ക് ചാർജുള്ള സമയത്ത് ആ ഭക്തിഗാനത്തിൻ്റെ സൗണ്ട് അമിതമായി കൂട്ടിവെക്കുക എന്നുള്ളൊരു പരാതി അദ്ദേഹം നിലവിൽ കേസും എടവണ്ണ പോലീസ് സ്റ്റേഷനിലടക്കം പരാതി കാര്യങ്ങളൊക്കെ ഇതിൽ അപ്പോൾ അതിന് ഒരു അറുതി വരുത്തണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരോ മുസ്ലിങ്ങളോ തന്നെ ഇല്ല. ആ മുദ്രാവാക്യം വിളിച്ച 4-3 കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ഹിന്ദു സഹോദരങ്ങളായ എൻ്റെ സഹപ്രവർത്തകരായ ആളുകൾ മുദ്രാവാക്യം വിളിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അമ്പല കമ്മിറ്റിയിലുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അമ്പല കമ്മിറ്റിയുള്ള CPMൻ്റെയും BJPയുടെയും ആളുകൾ ഈ തൊട്ടടുത്തുള്ള കുടുംബ അമ്പലത്തിലെ പൂജാരി ആയിട്ടുള്ള നമ്പൂതിരിക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനം നടത്തരുത്, അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കരുത്, രാഷ്ട്രീയമായി അദ്ദേഹത്തെ ശല്യം ചെയ്യരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. അതിൽ മുസ്ലിങ്ങളില്ല, മുസ്ലിം ലീഗുകാരനുമില്ല. പക്ഷേ ഇതിലെന്താ വെച്ചാൽ അവരെ സൗണ്ട് കുറയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് താമസിക്കുന്ന നമ്പൂതിരി കുടുംബം പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിലും മുഖ്യമന്ത്രിൻ്റെ പോർട്ടറിലും DYSPക്കും RTO കോർട്ടിലൊക്കെ കേസ് നടക്കുന്നുണ്ട്. അവർ ഭൂമി അമ്പലം അവർ പറയുന്നത് നമ്പൂരിൻ്റെ സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വിട്ട് കിട്ടാൻ വേണ്ടി അവർ മുനിസിപ്പൽ കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. ഈ ശബ്ദത്തിനെതിരെ കൊടുത്തു. അങ്ങനെ പൊല്യൂഷൻ കൺട്രോൾ വന്ന് അവിടെ ചെക്ക് ചെയ്തപ്പം ജാസ്തി സൗണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ 50 ഡെസിബലിലേറെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡറും ഉണ്ട്. അതിന് 50 ഡെസിബൽ വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവർ ചില വ്യക്തികൾ വരുമ്പം മാത്രം ആണ് ഇവർക്ക് ശല്യം. അവിടെ നമ്പൂരിക്കും ഭാര്യയ്ക്കും സുഖമില്ല, ചെറിയ കുട്ടികളുടെ വീടാണ്. തൊട്ടടുത്തുള്ള ആൾക്കാർക്കും ഇതുകൊണ്ട് ശല്യമുണ്ട്. പക്ഷേ അവർ ഇങ്ങനെ ഇതിൽ ചുറ്റിപ്പറ്റിയൊരു ക്ഷേത്രത്തിലേക്ക് നിൽക്കുകയാണ്. പക്ഷേ എല്ലാവർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ രാവിലെ കുട്ടികൾക്ക് പരീക്ഷ സമയത്ത് പഠിക്കാൻ, അതേമാതിരി രോഗികൾ, ചെറിയ കുട്ടികളുള്ള വീടുകളിലൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ ജയൻ നമ്പൂതിരിക്ക് പറയാനുള്ളത് ഇതാണ്. കമ്മിറ്റിയിലെ ചിലർക്കാണ് ഈ പാട്ട് വയ്ക്കുന്നതിൽ പിടിവാശിയുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോടതിയുടെ മുൻപിലാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, മുദ്രാവാക്യം വിളിച്ചതിന് മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കേണ്ടതില്ല. അമ്പലത്തിൽ പാട്ട് വയ്ക്കുന്നതിന് തടസ്സമായിട്ടല്ല, ഒരു വർഗീയ ശക്തിയുമല്ല ഈ മുദ്രാവാക്യം വിളിച്ചതെന്നും ജയൻ നമ്പൂതിരിയും പറയുന്നു. ക്ഷേത്ര കമ്മിറ്റിയും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. മുദ്രാവാക്യം വിളിച്ചവരിൽ മുസ്ലിങ്ങളില്ല, മുസ്ലിം ലീഗുകാരില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരാണ് ഈ വിഷയത്തിൽ അത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. അത് തെറ്റായിപ്പോയെന്നും അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ക്ഷേത്ര കമ്മിറ്റിയും ആവശ്യപ്പെടുന്നു. ഇവിടെ പാട്ട് വയ്ക്കുന്നതിന് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളിലായി ഒരു പരാതി നടക്കുന്നുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് തൊട്ടടുത്തുള്ളൊരു കുടുംബം തന്നെ, നമ്പൂതിരി ഫാമിലി തന്നെയാണ്. അപ്പോൾ അവർ നിരന്തരം പരാതി കൊടുക്കുന്ന ഒരു വിശേഷത്തിലുണ്ട്. മൊത്തം നാട്ടുകാർക്ക് ഒന്നും വിഷയമൊന്നുമില്ല ഈ ഒരു കുടുംബം. അതിൻ്റെ പേരിൽ ഒരു ലൗഡ് സ്പീക്കറിനാണ് പരാതി ആദ്യം വന്നിരുന്നത്. അപ്പോൾ ലൗഡ് സ്പീക്കർ അലൗഡ് അല്ലല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളത് ഒഴിവാക്കുകയും പിന്നീട് നിയമാനുസൃതമായ ബോക്സ് വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ പാട്ടോട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതാണ്: സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ പലവട്ടം ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില പ്രചാരണങ്ങൾ ഇപ്രകാരമാണെന്ന് പറയാതെ വയ്യ.
മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാര സന്ദർശിച്ച ലയണൽ മെസ്സി. ആനന്ദ് അംബാനിയുടെ ക്ഷണപ്രകാരമാണ് മെസ്സി വൻതാരയിലെത്തിയത്. സഹതാരങ്ങളായ ലൂയിസ് സുവാരസ്, റോഡ്രിഗോ ഡി പോൾ എന്നിവരോടൊപ്പം വൻതാരയിൽ കാലുകുത്തിയ മെസ്സിയെ കാത്തിരുന്നത് കാഴ്ചയുടെയും ശബ്ദത്തിന്റെയും വർണ്ണങ്ങളുടെയും സമന്വയമായിരുന്നു. ഊഷ്മളവും പരമ്പരാഗതവുമായ വരവേൽപ്പാണ് വൻതാരയിൽ മെസ്സിക്ക് ലഭിച്ചത്. ക്ഷേത്രത്തിൽ നടന്ന മഹാ ആരതിയിലും മെസ്സി പങ്കാളിയായി. ഹരിതോർജ്ജ സമുച്ചയവും ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി കോംപ്ലക്സും മെസ്സി സന്ദർശിച്ചു. നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷ ദിവസം, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ്. തുടക്കത്തിൽ പോകുന്നത് ഞങ്ങളുടെ തന്നെ കുടുംബത്തിലെ ഒരു സന്തോഷം പ്രേക്ഷകരെ അറിയിക്കാനാണ്. ഞങ്ങളുടെ ടെക്നിക്കൽ വിഭാഗത്തിലെ ശങ്കറിൻ്റെയും രജിതയുടെയും വിവാഹ വാർഷികമാണ് ഇന്ന്. ഇരുവർക്കും ന്യൂസ് 18 കുടുംബത്തിൻ്റെ ആശംസകൾ. ശങ്കരേട്ടൻ ഞങ്ങളുടെ ടെക്നിക്കൽ ഹെഡാണ്, ടെക്നിക്കൽ മാനേജറാണ്. അപ്പോൾ ഞങ്ങളുടെ തന്നെ കുടുംബത്തിലെ ഒരു വിവാഹ വാർഷികം ആഘോഷമാണ്. അപ്പം രണ്ടുപേർക്കും, ശങ്കരേട്ടനും രജിത ചേച്ചിക്കും എല്ലാവിധ വിവാഹ ആശംസകളും. ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ ചിലവ് എന്തായാലും നേരെ ഇങ്ങ് ന്യൂസ് ഡെസ്കിൽ എത്തിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി രണ്ടുപേർക്കും വിവാഹ ആശംസകൾ. പള്ളിപ്പുറം സ്വദേശി ഋതികയുടെ പിറന്നാളാണെന്ന് ആശംസകൾ അറിയിക്കുന്നത് അമ്മ കൃഷ്ണയും അച്ഛൻ ബിബിനുമാണ്. ഒപ്പം ഋതിക മോൾക്ക് ന്യൂസ് 18 കുടുംബത്തിൻ്റെയും പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ മോളും. കൊല്ലം കടക്കൽ സ്വദേശികളായ ദീപു രേഷ്മ ദമ്പതികളുടെ മകൾ അമേയയുടെ 8ാം പിറന്നാളാണ്. അപ്പോൾ അമേയ മോൾക്ക് ന്യൂസ് 18 പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ അമേയ, പിറന്നാൾ അടിച്ചു പൊളിക്കാം. തിരുവനന്തപുരം പരണിയം സ്വദേശി തുമ്പി എന്ന് വിളിക്കുന്ന വിപിൻ്റെ ജന്മദിനമാണിന്ന്. അപ്പം തുമ്പി എന്ന് വിളിക്കുന്ന വിപിന് സുഹൃത്തുക്കളാണ് ആശംസകൾ നേർന്നത്. എന്തായാലും തുമ്പി എന്നുള്ള പേര് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ്, അപ്പം ഞാനും അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തുമ്പിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ. പള്ളാത്തുരുത്തെ സ്വദേശി ആൻ മരിയ ഐജുവിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ആൻ മരിയ ഐജു മോൾക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ മോളും. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് ഇനി ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം.